ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വെണ്ട വിത്ത് പാകുന്ന ഒരു വീഡിയോയാണ് എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വെണ്ട. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ വെണ്ടയാണ്. വെണ്ടയുടെ വിത്ത് ഉണങ്ങിയ സമയത്ത് എടുക്കാൻ പറ്റാതെ മൂത്തു പോയതാണ്. അപ്പം നമ്മളത് വിത്താക്കാൻ തീരുമാനിച്ചു. അതാ ഇത് പൊട്ടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയും വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ പൊങ്ങിക്കിടക്കുന്ന വിത്തുകളൊന്നും കൊള്ളില്ല. ആ വിത്തുകളൊക്കെ ഗുണമില്ലാത്ത വിത്തുകളാണ്. അപ്പം നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഊറ്റി കളയുമ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്ന വിത്തെല്ലാം അങ്ങ് പൊക്കോളും. പോയിട്ട് നല്ല വിത്ത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാ ഇത്രയും വിത്ത് ഇത് നല്ല വിത്താണ്. ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ശകലം സ്യൂഡോമോണസ്, നമ്മളിങ്ങനെ ശകലം സ്യൂഡോമോണസ് ഇട്ട് ഒന്ന് ഇച്ചിരി നേരം ഈ സ്യൂഡോമോണസ് ലായനിക്കകത്ത് ഈ വിത്തിട്ടേക്കും. അതിനുശേഷം ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇതിനകത്തേക്ക് ഒരു തരി ഡോളോമേറ്റും കൂടി തൂളും. ഡോളോമേറ്റും തൂളി ഇളക്കി, അതുപോലെ തന്നെ ചകിരിപ്പൊടിയാണ്. ചകിരിപ്പൊടിയും കൂടെ തൂളി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നിറച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ വിത്തുകൾ പാകി കൊടുക്കണം. നമ്മൾ അതിനായിട്ട് ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മേശയാണ്. എല്ലാം ഇതിലിങ്ങനെ അടുക്കിപ്പെറുക്കി വെച്ചേക്കുവാണേ. അപ്പം ഈ ചകിരിച്ചോറ് ഇങ്ങനെ ഈ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ശകലം ഡോളോമേറ്റും കൂടെ ചേർത്ത് ഈ പാത്രത്തിലാണ് നമ്മളിത് നിറയ്ക്കുന്നത്. പാത്രത്തിലേക്ക് ഇങ്ങനെ അത് മുഴുവനും കൂടി ഈ പാത്രത്തിലേക്ക് ഞങ്ങൾ മുഴുവൻ വേണ്ട ശകലം മുകളിൽ തൂളാനായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി മതി. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഈ വിത്തുകളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങ് പാകി കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇനിയും നമ്മുടെ ഈ സ്യൂഡോമോണസിൻ്റെ ഈ ലായനി അതെല്ലാം അങ്ങോട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇച്ചിരി കൂടെ പൊടിയൊക്കെ ഇട്ട് നമ്മളിത് അങ്ങനെ ഇത് വയ്ക്കുവാണേ. ഇത് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിന് നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കും. എന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വിത്തെല്ലാം വിരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ പിന്നീട് കാണിക്കാം. ഇത് കേട്ടോ, വിത്ത് വിരിഞ്ഞ് നടുന്ന സമയത്ത് വീണ്ടും കാണിക്കാമേ. വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കണം. അതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഇതിനൊരു നനവ് കിട്ടിയാൽ മതിയേ. എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അവിടെ ഇരുന്നത് മുളച്ചോളും. പുതിയൊരു വീഡിയോ വേണ്ടി നാളെ കാണാമേ.